ഹലോ നമസ്കാരം, ഞാൻ ജിമ്മി. എല്ലാവർക്കും ജിം ടെക്കിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയുള്ള സംസാരമാണ്. ക്രെഡിറ്റ് കാർഡ് നമുക്കറിയാം, എല്ലാവരും ക്രെഡിറ്റ് കാർഡുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഓൺലൈനിലേക്ക് നോക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡുകളെ പറ്റി ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. സോ ക്രെഡിറ്റ് കാർഡ് നമുക്ക് EMI ഓപ്ഷൻസ് അങ്ങനെ പല കാര്യങ്ങളും പറ്റി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6 യൂസ്ഫുള്ളും നെഗറ്റീവുമായിട്ടുള്ള കാർഡുകളെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് ആണ്. അതായത് ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയുള്ള 6 നെഗറ്റീവ് പോയിന്റ്സും 6 പോസിറ്റീവ് പോയിന്റ്സും. സോ അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ കാർഡുകൾ വേണോ വേണ്ടിയോ. സോ ക്രെഡിറ്റ് കാർഡ് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനം എടുക്കുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ അടിച്ച് പൊളിച്ചേക്കണം. അതിന്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ ഗൈസ്, ക്രെഡിറ്റ് കാർഡ് എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കൂട്ടുകാരോട് ആദ്യം ചോദിച്ചാൽ അവരോട് അവിടെ എനിക്ക് അതുണ്ട്, ഈ കാർഡ് ഉണ്ട്, എനിക്ക് ഈ ബാങ്കിന്റെ കാർഡ് ഉണ്ട്, ആ ബാങ്കിന്റെ കാർഡ് ഉണ്ട്, അങ്ങനെ ഒരു കുറെ തരം കാർഡുകളുടെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ പല കാർഡുകളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻ കാർഡുകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ നമുക്ക് ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. അപ്പം ഏറ്റവും ആദ്യമായിട്ട് അറിയേണ്ടത് അതിന്റെ പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് കാര്യങ്ങളും. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യേണ്ട. ഓരോ പോയിന്റിനും അതിൻ്റെതായിട്ട് വാല്യൂസ് ഉണ്ട്. അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് 6 പോസിറ്റീവ് പോയിന്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ അതിനു മുമ്പായിട്ട് ക്രെഡിറ്റ് കാർഡുകളെ പറ്റി പറയാം. നമുക്ക് പല ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. HDFC ബാങ്കിന് ഉണ്ടാവും, ICICI ബാങ്കിന് ഉണ്ടാവും, സിറ്റി ബാങ്കിന് ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ ബാങ്കിന് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം എല്ലാ രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എല്ലാ കാർഡിലും ഓൾമോസ്റ്റ് ഞാൻ പറയുന്ന പോയിന്റ്സുമായിട്ട് ഭയങ്കര ലിങ്ക് ഉണ്ടാവും. എന്ന് പറയാൻ എല്ലാം തന്നെ ചെറിയൊരു മൈന്യൂട്ട് വേരിയേഷൻസ് അങ്ങോട്ട് കൊണ്ടുണ്ടാവും. ബാക്കി എല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ 6 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പോസിറ്റീവ് ആയിട്ട്. പോയിന്റ് നമ്പർ 1, ക്രെഡിറ്റ് ലിമിറ്റ്. സോ നമുക്കൊരു ഇഷ്ടം പോലെ ക്രെഡിറ്റ് ലിമിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലറി ബേസ് ചെയ്തും അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബേസ് ചെയ്തുമാണ് പല ബാങ്കുകളും നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കൺഫേം ചെയ്യുന്നത്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം സാലറിയാണ്. പിന്നെ നമ്മുടെ കമ്പനി നല്ല പ്രൊഫൈൽ കമ്പനിയാണ്. കാറ്റ് കമ്പനി, കാറ്റ് ബി കമ്പനി, കാറ്റ് സി. സോ അങ്ങനെ ഒരു വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ പലർക്കും സംശയം ഉണ്ടാവും കാറ്റ് ബി, കാറ്റ് സി എല്ലാം എന്താണ്. സോ അങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. സോ അതിനെ ബേസ് ചെയ്ത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോ ലെന്ത് കൂടുന്നതുകൊണ്ടാണ് വളരെ ഷോർട്ട് ആക്കിയാണ് പറയുന്നത്. സോ ആദ്യത്തെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ആണ് കിട്ടുന്നത്. സോ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 15,000 രൂപ മുതൽ അൺലിമിറ്റഡ്, ചിലപ്പോൾ 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം വരെ, 50 ലക്ഷം വരെ നമുക്ക് ലിമിറ്റുകൾ തരുന്ന ബാങ്കുകളുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വലിന് ലിമിറ്റുകൾ തരുന്ന ബാങ്കുകളുണ്ട്. അപ്പൊ അത് നമ്മുടെ കമ്പനി ബേസ് ചെയ്തു അതുപോലെ തന്നെ സാലറി ബേസ് ചെയ്തു ആണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് ലിമിറ്റ് ആണ് നമുക്കൊരു ക്രെഡിറ്റ് കാർഡിലൂടെ കിട്ടുന്നത്. അതാണ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്ന് പറയാനുള്ളത്, നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ ഇൻ കേസ് നമുക്കൊരു ബില്ല് വന്നു, ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് 45 days ആണ് നമുക്ക് ടൈം തരുന്നത്. എന്ന് പറയുന്നത് നമ്മൾ സ്വൈപ്പ് ചെയ്തു, ഒരു കാര്യം നമ്മൾ സ്വൈപ്പ് ചെയ്തു, അത് നമുക്ക് 45 daysനുള്ളിൽ മതി ആ ബില്ലിന്റെ പേയ്മെന്റ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് നമ്മുടെ ബില്ലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്, ഉദാഹരണം നമ്മുടെ ബില്ലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 15 ആണ് ബില്ലിംഗ് ഡേറ്റ് എന്ന് ഓർക്കുക. അപ്പം ജൂലൈ 15 നമ്മൾ സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 45 days, അതായത് നമുക്ക് ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ 1 മാസം കിട്ടും. ഓഗസ്റ്റ് 31 മുമ്പായിട്ടാണ് നമുക്ക് പേയ്മെന്റ് വരിക. ബട്ട് അത് ഓരോ ബാങ്കിനും ബില്ലിംഗ് സൈക്കിൾ ഡിഫറൻസ് ഉണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രം പറയുന്നുള്ളൂ. അപ്പൊ 45 ദിവസം മുതൽ 50 ദിവസം വരെയുള്ള ക്രെഡിറ്റ് ലിമിറ്റ് ആണ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുക. അവരെ ആ ടൈം പേയ്മെന്റ് ചെയ്യാനുള്ള ടൈമാണ് ഇത്. അതാണ് നമ്പർ 2 പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഫ്ലെക്സിബിൾ ആണ്. കാരണം നമ്മളിപ്പോ ഇൻ കേസ് നമ്മളൊരു പേയ്മെന്റ് ചെയ്യുമോ അല്ല പേയ്മെന്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇന്നിപ്പോ വലിച്ചു, അപ്പൊ ഞാനിപ്പോ സാലറി പേഴ്സൺ. അപ്പൊ എനിക്ക് എന്റെ ശമ്പളം വെച്ച് എനിക്ക് ഇന്നൊരു സാധനം വാങ്ങി പെട്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ എനിക്കത് എന്റെ കയ്യിൽ വാങ്ങാനുള്ള അത് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അങ്ങനെ ബാക്കിയുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഒന്നും നടക്കില്ല ഇപ്പൊ ഞാനൊരു വലിയ സാധനം ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അതിനുള്ള എമൗണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു വലിയ എമൗണ്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പക്ഷേ ഇത് വാങ്ങിയിട്ട് എനിക്ക് അടുത്ത മാസത്തെ സാലറി കൊണ്ട് എനിക്കത് പേ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു വളരെ ഒരു ഗുണകാരമാണ്. കാരണം നമുക്ക് ഈ മാസം വാങ്ങിയാൽ എന്റെ കയ്യിൽ നിന്നൊന്നും പൈസ ഒന്നും തോന്നുന്നു. കാരണം എന്റെ ഓൾറെഡി എനിക്ക് സാലറി വന്നിട്ടുണ്ട്. സോ സാലറിയിൽ എനിക്ക് അതൊന്നും പോകുന്നില്ല. ബട്ട് ആ പേയ്മെന്റ് എനിക്ക് അടുത്ത മാസത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്ന് പറയുക ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ നമുക്ക് ഓരോ 1 to 1 മാസങ്ങളിൽ നമുക്ക് കടന്നു പോകാൻ പറ്റും. അതാണ് വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്.
അടുത്ത നാലാമത്തെ പോയിന്റ് ആണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി, ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ പാരന്റ്സ്, റിലേറ്റീവ്സ് ആർക്കെങ്കിലും, നമ്മൾ ആരെങ്കിലും ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആരെങ്കിലും വേണമെങ്കിലും ആയിക്കോട്ടെ. സോ അങ്ങനെ ആർക്കെങ്കിലും ഒരു എമർജൻസി വന്നു, നമ്മുടെ പെട്ടെന്ന് ഒരു ഫണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല, ചിലപ്പോൾ ബാങ്ക് ഹോളിഡേ ആയിരിക്കും, ബാങ്കിൽ പോയി പൈസ എടുക്കാനൊന്നും പറ്റില്ല. സോ അങ്ങനെ പല പല കാര്യങ്ങളാൽ നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു മുൻതുകം പോയി നടന്നു പോകും. പിന്നീട് നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് ആ പൈസ എടുത്തിട്ട് ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടിച്ചാൽ നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടൈം, നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് ഒരു ക്രിട്ടിക്കൽ എമർജൻസി വരികയില്ല, എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ എമർജൻസി സന്ദർഭത്തിൽ വരികയാണ്. സോ അങ്ങനെയുള്ള ടൈമിൽ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ. അത് വളരെ നല്ലൊരു ഗുണപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പോയിന്റ് നമ്പർ 5, നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് അതുപോലെ തന്നെ ഓർഡർ ചെയ്യാണ്. ഓൺലൈൻ ബുക്കിംഗിൽ ഓർഡർ ചെയ്യുമ്പോൾ പല സാധനങ്ങൾ നമുക്ക് ആഗ്രഹമുള്ളതാണ്. നമ്മളിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ എല്ലാ വെബ്സൈറ്റും, ഓൺലൈൻ വെബ്സൈറ്റും ഇഷ്ടംപോലെ, ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ ഇഷ്ടം പോലെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇപ്പൊ ഷോപ്പിംഗ് വെബ്സൈറ്റുകളാണ്. കാരണം നമുക്ക് കൊറോണ ആയിട്ട് പുറത്തു പോയി വാങ്ങുന്നതിനെക്കാട്ട് സേഫ്റ്റിയാണ് നമുക്ക് ഓൺലൈനിൽ കൂടെ ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിൽ സാധനം എടുത്താൽ അത് നമുക്ക് ജസ്റ്റ് സാനിറ്റൈസ് ചെയ്ത് വാങ്ങിയാൽ മാത്രം മതി. സോ അങ്ങനത്തെ കാര്യം വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഓൺലൈൻ സൈറ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഉദാഹരണം ഒരു വാഷിംഗ് മെഷീൻ ഇല്ല, ഒരു ടി വി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, എന്തെങ്കിലും വീട്ടിലോട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കത് EMI വാങ്ങാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൂടെ ക്രെഡിറ്റ് കാർഡ് തരുന്നുണ്ട്. സോ നമുക്കത് EMI വാങ്ങാനും പറ്റും. നമുക്കത് അതിനനുസരിച്ച് നമുക്ക് പേയ്മെന്റ്. സോ EMI വാങ്ങിയിട്ട് നമുക്കത് മൾട്ടിപ്പിൾ ഓപ്ഷൻ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും എന്ന് പറയാൻ അടുത്ത ബില്ലിംഗ് ഡേറ്റിൽ നമുക്ക് ആ EMI ഓപ്ഷൻ മാത്രം അടിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു 40,000 രൂപയുടെ ഒരു വലിയ ഫ്രിഡ്ജാണ്, അല്ലെങ്കിൽ ഒരു ടി വി, ഉദാഹരണത്തിന് ടി വി വാങ്ങി വിചാരിക്കും, 40,000 രൂപയുടെ ഒരു 60 ഇഞ്ചോ അല്ല 65 ഇഞ്ചിന്റെ ഒരു വലിയ ടി വി വാങ്ങി. സോ ആ ടൈമിൽ നമുക്കത് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് 12 മാസം ഇല്ല 24 മാസം അങ്ങനത്തെ രീതിയിൽ നമുക്കത് EMI ആയിട്ട് വാങ്ങാൻ പറ്റും. അതാണ് ഓൺലൈൻ ഷോപ്പിംഗിലുള്ള ഒരു വലിയ ഫ്ലെക്സിബിലിറ്റിയാണ്. സോ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്കത് ഓൺലൈൻ ഓപ്ഷനിലായിട്ട് നമുക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതാണ് പോയിന്റ് നമ്പർ 5. ആൻഡ് ഫൈനൽ പോയിന്റ് എനിക്ക് നിങ്ങളോട് പോസിറ്റീവ് ഫൈനലായിട്ട് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ള, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. കാരണം ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ ഓൺ ടൈം പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത്, സിബിൽ സ്കോർ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളത്, നിങ്ങൾ ഒരു ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ആ ലോണിന്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സിബിൽ സ്കോർ. സോ സിബിൽ സ്കോർ എത്രത്തോളം ഉണ്ട്, നല്ലതാണോ കുറവാണോ എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ലോണുകൾ പാസ്സാവുന്നത് ഏറ്റവും കൂടുതലായിട്ട്. സോ നിങ്ങളുടെ സിബിൽ സ്കോർ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ലോൺ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സിബിൽ സ്കോർ താഴെയാണ്, ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക, ഓൺ ടൈം പേയ്മെന്റ് ചെയ്യുക, ഒരു 6 മുതൽ 1 കൊല്ലം വരെ നിങ്ങൾ ഓൺ ടൈം ആയിട്ട് പേയ്മെന്റ് ചെയ്താൽ നിങ്ങളുടെ സിബിൽ നിങ്ങൾക്ക് എപ്പോഴും 750+ വെക്കാം. അത് നല്ലൊരു വലിയ സിബിലാണ്, നല്ലൊരു സിബിൽ സ്കോർ ആണ്. സോ അതാണ് പോയിന്റ് നമ്പർ 6. സോ ഇനി നമുക്ക് പോകുന്നത് നമുക്ക് നെഗറ്റീവ് പോയിന്റ്സ്, സോ കംപ്ലീറ്റ് നെഗറ്റീവ്. സോ ഇത് മൊത്തം നെഗറ്റീവ് പോയിന്റ്സ് ആണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡിനെ കൊണ്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ്. അപ്പൊ ചിന്തിക്കുക. അതിൽ പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ എന്ന് പറയാം, ക്രെഡിറ്റ് കാർഡിന്റെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാം 2.5 to 3.5 ആണ് ക്രെഡിറ്റ് കാർഡിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. 2.5 to 3.5 എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അത് വരുന്നത് പെർ മന്ത് ആണ് ഗൈസ്. പെർ മന്തിലുള്ള ഒരു ചാർജസ് ആണ്. 2.5 മുതൽ 3.5 വരെയാണ് ഇൻട്രസ്റ്റ് ചാർജുകൾ ക്രെഡിറ്റ് കാർഡിൽ. അത് പറയാൻ 2.5 to 3.5 വെക്കാൻ പറയാൻ കാരണം പല ക്രെഡിറ്റ് കാർഡിലും അങ്ങനെയാണ് അതിന്റെ വേരിയേഷൻ. ചില ക്രെഡിറ്റ് കാർഡിൽ 3.5 ആയിരിക്കും, ചില ക്രെഡിറ്റ് കാർഡിൽ 2.5 ആയിരിക്കും അതിന്റെ വേരിയേഷൻസ് വരിക. പിന്നെ നമ്മൾ ഇതിൽ EMI ഞാൻ പറയുന്നത്, EMI നമ്മൾ സെലക്ട് ചെയ്തു. ശരി, നമുക്ക് പോസിറ്റീവ് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് EMI ഓപ്ഷൻസിൽ നമുക്ക് വാങ്ങാം, സാധനം പ്രോഡക്ട്സ് വാങ്ങാം, ശരിയാണ്. ബട്ട് അതിലൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ EMI വാങ്ങാൻ സാധനത്തിന് നമ്മൾ പേ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ വളരെ കൂടുതലായിരിക്കും. അന്ന് പറയാൻ നമ്മളൊരു 30,000 രൂപയുടെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അത് നമ്മളൊരു 2 കൊല്ലം അല്ലെങ്കിൽ 2.5 കൊല്ലത്തിന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് പേ ചെയ്യുന്ന EMI എന്ന് പറയാൻ ഭയങ്കര കൂടുതലാണ്. കാരണം ഒരു മാസം 1.8 എന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു 18% വരെ ഉള്ളതിന്റെ അടുത്ത് വരെയാണ് നമുക്ക് ചാർജ് വരുന്നത്. 18% ഗൈസ്, 18% ഇൻട്രസ്റ്റ് റേറ്റ് വരിക. സോ 18% ചാർജസ് ആണ് നമുക്ക് ആയിട്ട് വരുന്നത്. സോ അതിന്റെ ഒരു വലിയ വ്യത്യാസമാണ്. പലർക്കും അത് അറിയില്ല. നമ്മൾ കാർഡ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ EMI സ്വൈപ്പ് ചെയ്ത് വാങ്ങി കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, എനിക്ക് ആ പ്രോഡക്റ്റ് കിട്ടി, എനിക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാം, അങ്ങനത്തെ സന്തോഷങ്ങളാണ് നമ്മൾ പലപ്പോഴും. പക്ഷെ അതിന്റെ പുറകിൽ കിടക്കുന്ന ഒരു വലിയ ലോസ് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. പകരം അതിന് പകരം നമ്മൾ നോർമൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത്രയും പൈസ വരില്ല. അതാണ് അതിന്റെ വലിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ
സിബിൽ ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മുടെ പോസ്റ്റ് പോയിന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സിബിൽ. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സിബിൽ ഭയങ്കര ഒരു ഇഷ്യൂ വരും. നമ്മൾ ഓൺ ടൈം പേയ്മെന്റ് ചെയ്തെങ്കിൽ സിബിൽ നമുക്കൊന്നും സിബിൽ ഒരു വലിയൊരു വേരിയേഷൻസ് ആണ് ഉണ്ടാവും. നമ്മൾ ഓൺ ടൈം പേയ്മെന്റ് വരുന്നില്ല, അല്ലെങ്കിൽ ഓൺ ടൈം പേയ്മെന്റ് നമുക്ക് ആക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മളൊരു കുറച്ച് ദിവസം ഒരു 3 ദിവസം 4 ദിവസം ഡിലേ ആയിപ്പോയി, നമ്മുടെ കയ്യിലുള്ള ഉണ്ടായിരുന്നില്ല അത്രയും ഫണ്ട്. സോ അങ്ങനെ വരുന്ന ടൈമിൽ എന്താണ് ഇഷ്യൂ വരികയെന്ന് വെച്ചാൽ നമ്മുടെ സിബിൽ സ്കോറിൽ അത് വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. പിന്നീട് നമ്മൾ ഒരു ലോൺ എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഡ്രോബാക്ക് ആയിരിക്കും. കാരണം അതിനകത്ത് എപ്പോഴും നമ്മൾ സിബിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണാം ഇനി നമ്മൾ ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഡിലേ എന്ന് പറയും പല ഓപ്ഷൻസ് കാണാം. നിങ്ങൾ പലപ്പോഴും ബാങ്കിൽ തന്നെ വിളിച്ചെങ്കിൽ ലോണിന് വേണ്ടി ചോദിക്കുമ്പോൾ അവർ പറയും സാറിന്റെ സിബിൽ മോശമായിരുന്നു, സാറിന് പേയ്മെന്റ് ഒന്നും കൃത്യമാവുന്നില്ല. കാര്യം നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ 1, 2, 4 3 4 ദിവസം ഡിലേ വരുന്നുണ്ട്, നമ്മുടെ സിബിലിൽ അത് റിയലി എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് പോയിന്റ് നമ്പർ 4 ആണ്, നമുക്ക് എത്ര വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ ഓക്കെ ഇത്രയും പൈസ ഉണ്ട്, അത് ഇത്രയും പൈസ ഉണ്ട്, അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. സോ നമ്മൾ നോക്കുമ്പോൾ ശരി എനിക്ക് സാലറി ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു എന്റെ സാലറി ഒരു 10 രൂപയാണ്, 10,000 രൂപയാണ്. സോ ഫോർ എക്സാമ്പിൾ 10,000 രൂപയുടെ എന്റെ സാലറി, എനിക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് വരെ ഏകദേശം 20-25,000 രൂപയ്ക്കായിരിക്കും. ഉദാഹരണം മാത്രം ഏകദേശം 20-25,000 രൂപയുടെ അടുത്ത ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് വരിക. സോ ആ ലിമിറ്റ് അനുസരിച്ച് അപ്പൊ ഞാൻ ഓക്കെ എനിക്ക് 20,000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യാം, 25,000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യാം. സോ അങ്ങനെ പക്ഷെ അതിനെ ഇങ്ങനെ പേയ്മെന്റ് ചെയ്യും, തിരിച്ചടയ്ക്കേണ്ടത് നമുക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. സോ അത് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വെക്കുക, നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടോ, തിരിച്ചടയ്ക്കാനുള്ള പേയ്മെന്റിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ എന്നുള്ളത് മെയിൻ ആയിട്ട് കൺഫേം ചെയ്തിട്ടേ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൽ നിങ്ങൾക്ക് വലിയ ദോഷമായിട്ട് വരും. നിങ്ങൾ എങ്ങനെ അടിക്കുന്നില്ല, കാരണം ഒരു 10,000 കിട്ടുന്ന ആൾക്ക് 10,000 രൂപയാണ് സാലറി കിട്ടുന്നതെങ്കിൽ അയാൾ 25,000 രൂപയ്ക്ക് ഒരു പർച്ചേസ് എടുത്തിട്ട് അയാൾ എങ്ങനെ അടിച്ചു തീർക്കും അത്. അപ്പൊ അതെല്ലാം ഓർക്കുക. കാരണം അയാൾ തിരിച്ചത് കാരണം നമുക്ക് എല്ലാ പ്രൊഡക്ട്സും EMI ആക്കാൻ പറ്റില്ല. നമ്മൾ ഓർക്കുക എല്ലാം വാങ്ങി EMI ഇല്ല, എല്ലാ കാര്യങ്ങളും EMI ആക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പല ഗുഡ്സ് വാങ്ങും, അത് വാങ്ങി ഇതുപോലെ തുണികൾ വാങ്ങി മറ്റു അരി സാധനങ്ങൾ വാങ്ങി അങ്ങനെ എന്തെങ്കിലും ഷോപ്പിംഗ് നടത്തി, പക്ഷെ അതൊന്നും നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ പൈസ നമ്മൾ അടിച്ചു തീർത്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കും നമ്മൾ എങ്ങനെ അടിച്ചു തീർക്കുന്നു. അതാണ് വേറൊരു വലിയ ഡ്രോബാക്ക്. നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് സ്പെൻഡ് ചെയ്തു പോകും. നമ്മൾ ഓർക്കില്ല അടുത്ത മാസം എനിക്ക് ഇത്രയും വരുമോ ഇല്ലയെന്ന് പോലും നമ്മൾ ഓർക്കാൻ നമ്മൾ സ്പെൻഡ് ചെയ്യണം. പോയിന്റ് നമ്പർ 5, നമ്മൾ അതിന്റെ ഞാൻ ആദ്യം പറഞ്ഞ നമുക്ക് മിനിമം പേയ്മെന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പറയാം എന്തുകൊണ്ട് അതിന്റെ കുഴപ്പമില്ല, ഞാനിപ്പോ ഇത്രയും വാങ്ങിയപ്പോൾ എനിക്ക് മിനിമം പേയ്മെന്റ് ചെയ്തോ. യെസ് ഗൈസ്, പേയ്മെന്റ് ചെയ്താൽ മതി, അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ആ മിനിമം പേയ്മെന്റ് നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ അതിനുള്ള ചാർജസ്, അങ്ങനെ ബാക്കി എമൗണ്ടിനുള്ള ചാർജ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അതും കൂടെ അടുത്ത വർഷത്തെ EMI അതും കൂടെ ആഡ് ചെയ്യും. എന്ന് പറയാം അടുത്ത വർഷം നിങ്ങൾ പേ ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അതിന് അവര് ചാർജ് ചെയ്യുന്നുണ്ട്. അതൊന്നും പലരും അറിയുന്നില്ല, പലരും അതൊന്നും ഓർക്കാതെ അങ്ങ് വാങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്ത് കൂട്ടുകയാണ്, അതൊന്നും ശ്രദ്ധിക്കാതെ. സോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് മിനിമം പേയ്മെന്റ് ആണ് നമുക്ക് ടോട്ടൽ എമൗണ്ട്, നമ്മളിപ്പോ ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുന്നവർക്ക് അറിയാം ടോട്ടൽ എമൗണ്ട്, അതുപോലെ മിനിമം എമൗണ്ട്. സോ മിനിമം എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യുന്നതെങ്കിൽ അടുത്ത മാസത്തെ ഇതിൽ വരുമ്പോൾ ബില്ലിൽ വരുമ്പോൾ ഇതിന്റെ ഇൻട്രസ്റ്റും കൂടെ റിമൈനിങ് എമൗണ്ടിന്റെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയാണ് അടുത്ത മാസത്തെ ബില്ല് വരുന്നത്. അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് മച്ചാനെ, നീ വാങ്ങിക്കോടാ, നീ എന്ത് വേണം വാങ്ങി, എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്റെ കൂട്ടുകാരല്ലേ, ഇത് എന്റെ റിലേറ്റീവ് ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പറയും എന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ, നീ ധൈര്യം വാങ്ങി, എനിക്ക് മെല്ലെ പേയ്മെന്റ് ചെയ്താൽ മതി. ശരിയാണ്, അത് നമ്മൾ നമ്മുടെ എല്ലാവരും സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, വേണ്ട എന്നൊന്നും ഒരിക്കലും പറയില്ല. നല്ല സുഹൃത്തുക്കളെ നിർബന്ധമായിട്ട് സഹായിക്കുക, നല്ല റിലേറ്റീവ്സ് നിർബന്ധമായിട്ട് സഹായിക്കുക. അവർ നമ്മൾ ഓർക്കും എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിലെ റിലേറ്റീവ്സ് ആരെങ്കിലും കഷ്ടപ്പെടുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അവരെ നമ്മൾ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇല്ല, നമ്മളൊരു ഉപകാരം ചെയ്യുമ്പോൾ അത് നമുക്കൊരു ദോഷമായിട്ട് വരാൻ പാടില്ല. ദോഷമാവാത്ത രീതിയിൽ ഉപകാരം ചെയ്തു നോക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ പല കൂട്ടുകാർക്കും പറ്റിയ ഒരു അക്കടിയാണ്. കാരണം അവർ ഫണ്ട് എടുത്ത് അന്നേരം ക്രെഡിറ്റ് കാർഡ് എടുത്ത് കൂട്ടുകാർക്ക് കൊടുത്തു, കൂട്ടുകാരെ സ്വൈപ്പ് ചെയ്തു, പല ഇതും വാങ്ങി. അപ്പൊ നമുക്ക് കൂട്ടുകാരായതുകൊണ്ടും വലിയ നമ്മുടെ റിലേറ്റീവ്സ് ആയതുകൊണ്ട് ആരായാലും ഇപ്പൊ അവർ പറയാ അങ്ങനെയാണ് ജിമ്മ, എനിക്കൊരു 5 ദിവസത്തെ ദിവസം കൂടെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാരണം 5 ദിവസത്തിനാണ് ഞാൻ പേയ്മെന്റ് ഫുൾ ആയിട്ട് ചെയ്തേക്കാണ്. ബട്ട് ആ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. കാരണം അതിനുള്ള പേയ്മെന്റ് കഴിക്കേണ്ട ഡേറ്റ് നിങ്ങൾക്ക് പറയാം, അയാൾക്ക് പറയാം. പക്ഷെ അയാൾക്ക് അത് അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻസ് ആണ്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്നാണ് പൈസ പോയിരിക്കുന്നത്, നിങ്ങളുടെ സിബിലാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിലേ പേയ്മെന്റ് ആണ് വരിക. പുള്ളിക്കാർക്ക് അവർക്കോ ആർക്കും ഒരു ഇഷ്യൂസും വരില്ല. അതുപോലെ നമ്മൾ ബാങ്കിൽ പോയി പറഞ്ഞില്ല എന്റെ കൂട്ടുകാരുടെ അടുത്താണ് ഞാൻ സ്പെൻഡ് ചെയ്തതല്ല എന്ന് പറയാൻ പോലും അവരത് കേൾക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ കാർഡ്, നിങ്ങളുടെ മണി നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രം അവർ ചോദിക്കുക.
അപ്പം എനിക്ക് ഇതിന്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നിക്കാണും. അപ്പം നല്ല സുഹൃത്തുക്കളും നല്ല നല്ല റിലേറ്റീവ്സും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ പൈസ കൊടുത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് തിരിച്ചു വരുന്നുണ്ടോ, നിങ്ങൾ കടമായിട്ടാണ് കൊടുക്കുന്നത്, അത് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം സ്പെൻഡ് ചെയ്യാൻ എന്നും കൂടെ പറയുന്നു. കാരണം പലർക്കും അങ്ങനത്തെ അക്കടി പറ്റിയിട്ടുണ്ട്. കാരണം നമുക്കൊരു 1-2 നമ്മുടെ ഫ്രണ്ട്സിലെ റിലേറ്റീവ്സ് 2 ദിവസം ആയിക്കോട്ടെ, അഡ്ജസ്റ്റ് ചെയ്യും, 2 ദിവസം പോട്ടെ, അങ്ങനെ നമ്മൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ 2 ദിവസം തരും, ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ ആ ടൈമിൽ നമുക്ക് ആ ഫണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഓക്കെ, പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ അവർ പെട്ടുപോകും. കാരണം പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള നമ്മുടെ സിബിലില് അടുത്ത ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ പല പല ഇഷ്യൂസും ഉണ്ടാവും. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് നല്ല കാര്യങ്ങളും ക്രെഡിറ്റ് കാർഡ് ചീത്ത കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാം ഒരു മനസ്സിലാക്കി ഞാൻ തന്നിട്ടുണ്ട്. കൂടുതൽ ക്രെഡിറ്റ് കാർഡ്സിനെ പറ്റി എന്തെങ്കിലും അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ സോ കമന്റ് ചെയ്യുക, എന്റെ ഇൻബോക്സ് കമന്റ് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ഒരു കിടലും വീഡിയോ ആയിട്ട് ഞാൻ തരാം. അപ്പം ക്രെഡിറ്റ് കാർഡ് മീൻസ് gives a value for unlimited spending. So it gives a value for unlimited spending. അതാണ് ക്രെഡിറ്റ് കാർഡിന്റെ മെയിൻ കാര്യം. gives an unlimited spending value. So എത്ര മണി നമുക്ക് സ്പെൻഡ് ചെയ്യാം, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം, സ്പെൻഡ് ചെയ്യാനുള്ള മണിയാണ് ക്രെഡിറ്റ് കാർഡ് വഴി തരിക. സോ ഗൈസ്, നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് പ്ലസ് ആണോ മൈനസ് ആണോ, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ, this is Jim Techie signing off. Goodbye.